പാലക്കാടിന്റെ മണ്ണിൽ മത തീവ്രവാദികൾക്ക് സ്ഥാനമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. പാലക്കാട് UDFന്റെ ഉരുക്കു കോട്ടയാണെന്ന് ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കും. കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിക്ക് പാലക്കാടിന്റെ മണ്ണിൽ സ്ഥാനമില്ല. കേരളീയ യുവത്വത്തിന്റെ ഉജ്ജ്വല പ്രതീകം ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ വൻപിച്ച വോട്ടിന്റെ ഭൂരിപക്ഷം. പാലക്കാട്ട് കൂടുതൽ വോട്ടർമാർ സ്ത്രീകളാണ്. സ്ത്രീകൾ രാഹുലിനൊപ്പമായിരിക്കും. സ്ത്രീ വോട്ടർമാരാണ് പാലക്കാട്ട് കൂടുതൽ. അവര് പാലക്കാട്ട് സ്ത്രീകളും യുവജനങ്ങളും വിദ്യാർത്ഥികളും കർഷകരും എല്ലാ മനസാക്ഷിയുള്ള മനുഷ്യരും രാഹുലിനോടൊപ്പമാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയം കൊണ്ട് മലയാളികൾ പൊറുതിമുട്ടിയിരിക്കുമ്പോ ആ മുഴുവൻ മലയാളികളുടെയും പ്രതിനിധികളായി പാലക്കാട്ട് സമ്മതിദായകർ കൈപ്പത്തിയിൽ വോട്ട് ചെയ്ത് രാഹുലിനെ വിജയിപ്പിക്കും. പെട്ടിവിവാദം വന്ന സമയത്ത് ആ സമയത്ത് ഉൾപ്പെടെയാണ് ഒരുപക്ഷെ വലിയ വിവാദത്തിലേക്ക് പാലക്കാട് തെരഞ്ഞെടുപ്പ് മാറുന്നത്. നമ്മൾ സ്ത്രീകൾ ഇപ്പോഴോട്ടോ ഒന്ന് കാണുന്നേ, സ്ത്രീകളെ കാണുന്നില്ലായിരുന്നു. ഇവിടെ ഉണ്ട് LDFന്റെ പ്രചരണ സമാപനം അപ്പുറത്തെ വശത്താണ്. BJPയുടെ റോഡിന് ഞാൻ വലതുവശത്തേക്ക് കൈ ചൂണ്ടുമ്പോൾ ആ ഭാഗത്താണ് അവിടെ ഉത്സവത്തിനുള്ള പ്രതീതി, BJP ക്യാമ്പിൽ ഉത്സവത്തിനുള്ള പ്രതീതി ഇപ്പോൾ തന്നെ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു.